ാണെന്റെ അഭയമന്നേശുനായക തുണയെനിക്കേകിടേണമേ. അണയുന്നു പാദപീഡേ ഞാൻ, തുണയെനിക്കേകിടേണമേ. അണയുന്നു പാദപീഡേ ഞാൻ. കർത്താവിൻ്റെ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പഠനമാണ് തിന്മയോട് തോൽക്കരുത്, നന്മയാൽ തിന്മയെ ജയിക്കണം. എങ്ങനെയാണ് തിന്മയോട് തോൽക്കുന്നത്? എങ്ങനെയാണ് നന്മയാൽ തിന്മയെ ജയിക്കുന്നത്? നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ കർമ്മബന്ധത്തിൽ അകപ്പെട്ട് ഒടുവിൽ അവൻ നശിക്കുന്ന അനുഭവം എവിടെയും കാണാം. മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നു. ചില സമയം കഴിയുമ്പോൾ അവനത് ഓർത്തു വെച്ചിരുന്ന് തിരിച്ച് അവനെ ഉപദ്രവിക്കുന്നു. അതങ്ങനെ മനുഷ്യനുള്ളിടത്തോളം കാലം ഇങ്ങനെ കുടിപ്പക, പ്രതികാരം ഇത് അവനിൽ നിന്ന് മാറില്ല. കാരണം പുറമേ അവൻ മിണ്ടാതിരുന്നാലും അകമേ അവൻ പ്രതികാരം ചെയ്യും. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ വിധിക്കുമെങ്കിലും ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരാള് ഇത്രയും എന്നെ ഉപദ്രവിച്ചതാണ്, ഇത്രയും, ഇപ്പൊ പറ്റിയൊരവസരം വന്നു, ഒന്നും മനസ്സിലാക്കണ്ടേ? എന്നെ ഈ മറ്റുള്ളവരെ നിരപരാധികളെ ഉപദ്രവിക്കുന്നതിന്റെ സങ്കടം അവനൊന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് തിരിച്ചു ചെയ്യാം എന്ന് ചെയ്തു കഴിഞ്ഞാൽ കർത്താവിനെന്താ? കർത്താവിനതിന് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും കർമ്മത്തിലകപ്പെടും. കാരണം നിന്നെ വെട്ടിയവന്റെ നേരെ നീ വാളെടുത്തെന്നിരിക്കട്ടെ, ആ വാള് പിന്നെയും നിനക്കും എതിരായിട്ട് വരും. വാളെടുത്തവൻ വാളാൽ. കർത്താവ് നമ്മെ പഠിപ്പിച്ച വിഷയം അങ്ങനെയല്ല. ലോകത്തിനൊരു വഴിയുണ്ട്. ലോകത്തിന്റെ വഴികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് ഒരു തെറ്റ് ചെയ്തു. ഊരിയാവിനെ കൊന്ന് അവന്റെ ഭാര്യയെ എടുത്തു. ദാവീദിന്റെ മകൻ സ്വന്തം സഹോദരിയെ അപമാനിച്ചു. ദാവീദിന്റെ തെറ്റ് അവന്റെ ഭവനത്തിൽ കടന്നതാ. അമ്നോൻ സഹോദരിയെ അപമാനിച്ചു. അമ്നോനെ ആ പക കാത്തു വെച്ചുകൊണ്ടിരുന്ന് സഹോദരിയുടെ ഈ പെണ്ണിന്റെ ആങ്ങള ആയ അബ്ശാലോം അമ്നോനെ കൊന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ അബ്ശാലോമിനെ യോവാബ് കൊന്നു. ഒടുവിൽ ഈ യോവാബിനെ ബെനായാവ് കൊന്നു. കർമ്മ എവിടെ പോയി? ആരും ഈ പറഞ്ഞവരാരും തിന്മയെ ജയിച്ചില്ല. അവരെല്ലാം തിന്മയ്ക്ക് കീഴ്പ്പെട്ടവരാണ്. ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞാൽ, കർത്താവ് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പനകളിൽ പ്രധാനപ്പെട്ടൊരു കൽപ്പനയാണ് പ്രതികാരം ചെയ്യരുത്. പ്രതികാരം എനിക്കുള്ളതാണ്, ഞാൻ പകരം വീട്ടിക്കൊള്ളാം. നിങ്ങൾ പ്രതികാരം ചെയ്താൽ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോട് അതിന് ചെയ്യാനായിട്ട് അവരൊരാളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സഹിച്ചതിന് ശേഷം കർത്താവിനെ അത് പരമേൽപ്പിക്കാം. കർത്താവിനെ അതുകൊണ്ട് ഏൽപ്പിച്ചാൽ മതി.
കർത്താവ് പകരം ചോദിച്ചോളൂ. അത് വന്നു കഴിഞ്ഞാൽ തിന്മയെ ജയിക്കാം. അവിടെ ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, അവന്റെ വഴിപാടിലും പ്രസാദിച്ചു നിൽക്കുക. കായന്റെ മുഖം പാടി. കായന്റെ മുഖം പാടിയപ്പോൾ കർത്താവ് പറഞ്ഞു, പാപം വാതിക്കൽ കിടക്കുക, തിന്മ വാതിക്കൽ കിടക്കുക, അതിനെ ജയിക്കണം. അതിനെങ്ങനെ ജയിക്കണം? നന്മയാൽ ജയിക്കണം. എന്താ നന്മ? എങ്ങനെയാണ് അവൻ ദൈവത്തിന്റെ പ്രസാദം പ്രാപിച്ചതെന്ന് അറിയണം. അവന്റെ ആരാധന ബുദ്ധിയുള്ളതായിരുന്നു. അതുപോലെ നീയും ബുദ്ധി പ്രാപിച്ചതിന് ശേഷം ഈ യാഗം കഴിച്ചുവെങ്കിൽ നിന്നോടും പ്രസാദം ഉണ്ടാവും. അങ്ങനെ നിനക്ക് നന്മയാൽ തിന്മയെ ജയിക്കാനുള്ള അവസരമുണ്ട്. അതിനുള്ള സമയമുണ്ട്. നന്മയാൽ തിന്മയെ ജയിക്കാനുള്ള സമയമുണ്ട്. ആ സമയമായിട്ടും നന്മയാൽ തിന്മയെ ജയിക്കാനുള്ള വഴിയില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തിന്മ അകത്ത് കയറി, തിന്മയോട് തോറ്റു, സഹോദരനെ കൊന്നു. ലോകത്തിൽ കായനെ കൊല്ലാൻ ആളുണ്ടായി, അവന്റെ തലമുറ ഏറ്റുപോയി. ഇങ്ങനെ കെട്ടുപിടഞ്ഞു കിടക്കുകയാണ് ലോകം മുഴുവനും. ഒടുങ്ങാത്ത കർമ്മ പരമ്പര എന്ന് പറയും. ഒടുങ്ങാത്ത കർമ്മ പരമ്പര. ഈ പരമ്പര എവിടെ അവസാനിക്കുന്നറിയോ? ഒരാൾ മറ്റൊരാളെ ഉപദ്രവിച്ചു, അയാളെ വേറൊരാളെ ഉപദ്രവിച്ചു. ജാതികളുടെ ഇടയിൽ പറയും, പൊട്ടനെ എട്ടൻ ചതിച്ചു കഴിഞ്ഞാൽ എട്ടനെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഒരാളെ വേറൊരാൾ ചതിച്ചു, അയാളെ മറ്റൊരാൾ ചതിച്ചു, അയാളെ വേറൊരാൾ ചതിച്ചു. ഇതിങ്ങനെ എന്ന് തീരുന്നത്? ഈ കർമ്മം എന്ന് തീരും? കർമ്മം തീരാനൊരു വഴിയുണ്ട്. എവിടെയാണെന്നറിയാവോ? ദാവീദ് ചെയ്തതിന് അമ്നോനിലേക്ക് വന്നു, അമ്നോന് അബ്ശാലോം വന്നു, അബ്ശാലോമിന് യോവാബ് വന്നു, യോവാബിന് ബെനായാവ് വന്നു. ബെനായാവിനെ ഒന്നും പറ്റി ആരും ഒന്നായിട്ട് വായിക്കുന്നില്ലല്ലോ. ബെനായാവ് കുറ്റമറ്റവനായിട്ട് വളരെ. അതെന്താ അതിന്റെ കാരണം? ബെനായാവ് ശലോമോന്റെ കൽപ്പന പ്രകാരം ചെയ്ത്, രാജാവിന്റെ കൽപ്പന പ്രകാരം. എന്നാ പിന്നെ ശലോമോനെ അത് പ്രാപിക്കാതിരുന്നത് എന്താ? ശലോമോനെ ഈ കർമ്മം ബാധിക്കാതിരുന്നത് എന്താ? ശലോമോൻ ചെയ്തത് ദൈവജ്ഞാനത്തിലാണ്, രാജത്വത്തിലാണ്. ഇസ്രായേലിന്റെ രാജത്വത്തിൽ ഇരിക്കുന്നവൻ ദൈവത്തിന് വേണ്ടി രാജത്വം ചെയ്യുന്നു എന്നാ അവിടെ അത് തീരുക. ഇതുപോലെ സകല കർമ്മങ്ങളും അവസാനിക്കുന്നത് ദൈവത്തെങ്ങനെയാണ്? ദൈവജ്ഞാനത്തിലാണ് ഇതെല്ലാം അവസാനിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ വഴി കർത്താവിനെ ഫലമേൽപ്പിക്കാം. നിന്റെ വഴി കർത്താവിനെ ഫലമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവനത് ഭംഗിയായിട്ട് നിവർത്തിച്ചോളും. ആരും വെറുതെ പോകുന്നു വിചാരിക്കണ്ടെന്ന്. ഞാൻ ക്ഷമിച്ച്, അയ്യോ അവൻ രക്ഷപ്പെട്ടു പോയല്ലോ, ഇത്രയും വലിയ പാപം ചെയ്തവൻ രക്ഷപ്പെട്ടു പോയല്ലോ എന്നൊന്നും ചിന്തിക്കൊന്നും വേണ്ട. എന്നൊന്നും ചിന്തിക്കണ്ട. കാരണം കർമ്മം അവസാനിക്കണമെങ്കിൽ കർമ്മഫലം അനുഭവിക്കണം. കർമ്മം അവസാനിക്കണമെങ്കിൽ കർമ്മഫലം അനുഭവിക്കണം. അതിന് വിടുതലൊന്നുമില്ല. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. ഇല്ല എങ്കിൽ ദൈവം അതിന് തക്കവണ്ണം അവർക്ക് മാനസാന്തരം കൊടുത്ത് അവനെ ക്രമീകരിക്കും. ശിക്ഷയേക്കാൾ വലിയ ദുഃഖമാണ് മാനസാന്തര ദുഃഖം. ഒരാൾ അനുതപിക്കുമ്പോൾ ചെയ്തത് തെറ്റായിപ്പോ എന്ന് അനുതപിക്കുന്നു. അനുതപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാകുക. അനുതപിക്കുക എന്ന് പറഞ്ഞാൽ ചൂടായി ഉറച്ചത് വീണ്ടും ചൂടാക്കി അതിനെ പാകപ്പെടുത്തുന്നതിനാണ് അനുതപിക്കുക. അതായത് തൻ്റെ ഹൃദയത്തിൽ വീണ തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ചു ദൈവത്തിന് മുമ്പാകെ ക്രമീകരണം പ്രാപിക്കുന്നത്. ഒന്നുകിൽ അതിലേക്ക് ദൈവം കൊണ്ടുവരും, ആ കർമ്മം അവിടെ അവസാനിക്കും. ഇല്ല എങ്കിൽ ദൈവം അവന് ശിക്ഷ കൊടുക്കും, അത് തീർത്തോളും. ഇതിൻ്റെ ഇടയിൽ കയറി എന്തിനാ നീ കയറി ഇടപെടുന്നത്? എന്തിനാ ഇടപെടുന്നത്? അവിടെയാണ് കർത്താവിന്റെ വചനം പറയുന്നത്, സകലത്തെ നീതിയോടെ വിധിക്കുന്നവനും ഭരിക്കുന്നവനും നീതിയോടെ പ്രവർത്തിക്കുന്നവനുമായ കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിപ്പാനുണ്ട്. അതുകൊണ്ട് നന്മയാൽ തിന്മയെ ജയിക്കാൻ പറഞ്ഞതിന് മറ്റൊരു വാക്കോടെ ഉണ്ട്. നീ ഈ കർമ്മ പരമ്പരയിൽ നിന്ന് രക്ഷപ്പെട്ടു. നീ വാളെടുത്ത് മറ്റുള്ളവന്റെ നേരെ ചെന്നതിന് ശേഷം നിന്റെ നേരെ എടുക്കുക. നീ വാളെടുക്കുമ്പോൾ തന്നെ ഓർത്തുകൊള്ളണം,
വേറൊരാൾ നിന്റെ നേരെ വാളെടുക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ നീ സഹിക്കുന്നുവെങ്കിൽ ഈ ലോകം മുഴുവനും സാത്താൻ അന്വേഷിക്കും ഒരാളെ. ഇല്ല, അവന് നേരെ വാളെടുക്കാൻ ആളില്ല. കാരണം അവൻ ക്ഷമിച്ചിരിക്കുന്നു. അവൻ ക്ഷമിച്ചെന്ന് വെച്ചാൽ അവന് ദൈവം ക്ഷമിക്കുമോ? ക്ഷമിക്കില്ല. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കൽ നമ്മൾ എന്തെല്ലാം തിന്മ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്കങ്ങ് വിട്ടുകളയാം. ദൈവത്തെ വരമേൽപ്പിക്കാം. നന്മയാൽ തിന്മയെ ജയിക്കാം. നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് മുഴുവനും, നമുക്ക് നേരെ വന്നിട്ടുള്ള ആയുധങ്ങൾ മുഴുവനും അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്തതാണ്. ദോഷമായിട്ടൊന്നും എൻ്റെ കർത്താവ് ചെയ്യില്ല. എൻ്റെ തലയിലെ മുടി പൊഴിയണമെങ്കിൽ കർത്താവ് അറിയാതെ സാധിക്കുകയില്ല. അങ്ങനെ ഇന്ന് എനിക്ക് ഭവിച്ചത് മുഴുവനും നന്മയ്ക്കെന്ന് വിചാരിച്ച് ദൈവമേ, ആ കർമ്മപരമ്പര അവിടെ അവസാനിക്കണം. എന്നോട് അത് ചെയ്തവനോട് ദൈവം ക്ഷമിക്കണം. അങ്ങനെ വന്നാൽ ഇന്ന് നന്മയാൽ തിന്മയെ ജയിക്കുക. ഇനി ഇവിടെ നിന്നൊരു കർമ്മം മുമ്പോട്ട് പോകരുത്. ഇനി ഇവിടെ നിന്നൊരു കർമ്മം നമ്മുടെ മക്കളെ ബാധിക്കരുത്. ഇനി ഇവിടെ നിന്നൊരു കർമ്മം നമുക്കെതിരെ പ്രവർത്തിക്കാൻ ശത്രുവിന് അവസരമുണ്ടാകുന്ന തരത്തിലായി തീരരുത്. നന്മയാൽ തിന്മയെ ജയിക്കാം. തിന്മയോട് തോറ്റുപോകരുത്. തിന്മയോട് തോൽക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു എന്നറിയാമോ? ദാവീദിനെ ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടവനാണ്. പക്ഷെ അവൻ നശിച്ചില്ല. ചെയ്തവൻ നശിച്ചു. ചെയ്തവനെ ദൈവം ന്യായം വിധിച്ചു. അവനൊടുങ്ങിപ്പോയി. ദാവീദാകട്ടെ നന്മയാൽ തിന്മയെ ജയിക്കുകയും ചെയ്തു. ഒരു പ്രാവശ്യം സ്വന്തം കൈകൊണ്ട് നാബാലിനോട് പ്രതികാരം ചോദിക്കാൻ ഇറങ്ങിയതാ. പക്ഷേ ദൈവം തടുത്തു. കാരണം ഇന്ന് നീ പകരം ചോദിച്ചു കഴിഞ്ഞാൽ നാളെ അതിൻ്റെ ഭാരം നീ രാജത്വത്തിൽ വരുമ്പോൾ വിട്ടുമാറാതുണ്ടാകും. ദൈവമേ, കർത്താവ് തന്ന ദൂത് വലുതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുന്നതും നമ്മുടെ മേൽ ശത്രു കൊണ്ടുവരുന്നതുമായ സകല ആയുധങ്ങളും ഇല്ലാതെ പോകുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ കടക്കാരോട് ക്ഷമിക്കാം. നന്മയാൽ തിന്മയെ ജയിക്കാം. തിന്മയോട് തോറ്റു പോകാതിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.